മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. ഞാൻ ആസ്ട്രോളജർ ഗണപതി നിലയം മോഹൻദാസ്. 1201 മലയാള വർഷം 1201 കർക്കടക മാസ ഫലപ്രവചനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. കർക്കടക മാസത്തിനെ പറ്റി മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. കർക്കടക മാസം ഒരു ആധ്യാത്മിക മാസമാണ്. എത്ര തന്നെ മഴ പെയ്താലും, തണുപ്പ് വന്നു കഴിഞ്ഞാലും, അസുഖങ്ങൾ വന്നാലും, പണിക്കുറവ് വന്നാലും, സാമ്പത്തിക പ്രശ്നം വന്നു കഴിഞ്ഞാലും ജനങ്ങളെല്ലാം ക്ഷേത്ര ദർശനത്തിനും അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അവരുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ മറന്നുകൊണ്ട് പരമാവധി ഈശ്വര കൃപ ലഭിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ മലയാളികൾ ഇടപെടുന്ന ഒരു സമയമാണ് കർക്കിടക മാസം. എല്ലാ ക്ഷേത്രങ്ങളിലും, മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും രാമായണ പാരായണം, അത് പാരായണം ചെയ്യാനും കേൾക്കാനൊക്കെ ഭക്തജനങ്ങൾ ഇഷ്ടം പോലെ, പ്രസാദ ഊട്ടുകൾ, എല്ലാ രീതിയിൽ കൂടെ അമ്പലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ സന്തോഷം തോന്നും. പണ്ടത്തെക്കാരൊക്കെ കൂടുതൽ ഭക്തി വിശ്വാസമൊക്കെ കൂടിക്കൂടി വരികയാണ്. കലിയുഗത്തിൻ്റെ എല്ലാ ദൂഷ്യങ്ങളും മാറ്റാനായിട്ട് ഉതകുന്ന ഒരു സംഭവമാണ് രാമമന്ത്രം. മന്ത്രങ്ങളിലേക്ക് ഏറ്റവും വലിയ മന്ത്രമാണ് രാമമന്ത്രം. ഏത് രീതിയിലുള്ള കഷ്ടപ്പാടിനെയും ദുരിതത്തിനെയും കർമ്മബന്ധങ്ങളെയൊക്കെ ഒഴിവാക്കി ആത്മാവിന് സ്വച്ഛന്തമായിട്ടുള്ള ഗതി കിട്ടാനും മോക്ഷം കിട്ടാനും ഒക്കെ രാമമന്ത്രത്തിനോടത്തോളം വലുതായിട്ടുള്ള വേറെ ഒരു കാര്യമില്ല. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളായിട്ടുള്ള നിങ്ങളെല്ലാവരും രാമായണ മാസ ആചരണത്തിലൊക്കെ പങ്കെടുക്കുകയും കുറച്ച് സമയത്തിരുന്ന് തമാശയായിട്ടാണെങ്കിലും ഒരു 3-4 പേജ് രാമായണം വായിക്കാൻ തയ്യാറാവുകയും, ഇനി അതിനൊന്നും പറ്റില്ലാത്ത ആൾക്കാർ ചാനലുകളിൽ കൂടെയോ അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നതായിട്ടുള്ള രാമായണ പാരായണമൊക്കെ കേൾക്കുകയും സന്തോഷമായിട്ടിരിക്കുകയൊക്കെ ചെയ്യണം. അതുമാതിരി നാലമ്പലം തൊഴുവാന്നൊക്കെ പരിപാടിയൊക്കെ ഞങ്ങളുടെ നാട്ടിലുണ്ട്. ശ്രീരാമനെയും ഭരതനെയും ലക്ഷ്മണനെയും അങ്ങനത്തെ ഉള്ള ആൾക്കാരെ എല്ലാവരെയും ഇങ്ങോട്ട് തൊഴുന്ന പരിപാടിയാണ് നാലമ്പലം തൊഴുവർ ഒക്കെ. നമ്മുടെ നാട്ടിൽ സാമുദായിക സംഘടനകൾ, ക്ഷേത്രങ്ങൾ ഇവരൊക്കെ ആയിട്ട് നടത്തുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുത്ത് ജീവിതത്തിൽ അപൂർവമായിട്ട് നേടാൻ പാകത്തിനുള്ള ഈ പുണ്യകാലത്തിൽ തന്നെ നേടിയെടുക്കണം എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവർക്കും അതിന് സാധിക്കണേ എന്ന് ആശീർവദിക്കുകയും ചെയ്യുന്നു. അപ്പം ഞാനിപ്പോൾ ഇവിടെ വന്നേക്കുന്നത് ചിങ്ങൻ രാശിക്കാരുടെ എന്താണ് കർക്കിടക മാസ ഫലങ്ങളെ പറ്റി പ്രതിപാദിക്കാനാണ്. ചിങ്ങൻ രാശിയിൽ മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം ഇത്തരം നക്ഷത്രങ്ങളാണ് വരുന്നത്. ചിങ്ങൻ രാശി എന്ന് പറഞ്ഞ രാശിയിൽ വരുന്നത് പ്രധാനമായിട്ടുള്ള നക്ഷത്രങ്ങൾ മകം, പൂരം മുഴുവനും, മകവും പൂരവും മുഴുവനും, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം 15 നാഴിക, ഇത്രയാണ് ചിങ്ങൻ രാശിയിലേക്ക് വരുന്നത്. അപ്പോൾ 2026 ജൂൺ 2 വ്യാഴം രാശി മാറിക്കഴിഞ്ഞപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് സംഭവിച്ചത് എന്നാ വെച്ചാൽ വ്യാഴം 12ലേക്ക് വന്നു. ചിങ്ങക്കൂറുകാർ കഴിഞ്ഞ കൊല്ലമൊക്കെ വളരെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ, തട്ടും തരികിടയൊന്നുമില്ലാതെ മനസ്സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുകയായിരുന്നു. അപ്പോൾ അവർക്ക് ചെറിയൊരു ലൈഫിൽ ഒരു ചെറിയൊരു പിടുത്തം, ഒരു മാറ്റമാണ് സംഭവിച്ചിരുന്നത്. 12ലേക്ക് വ്യാഴം വന്നു. 12ലേക്ക് വ്യാഴം വരിക എന്ന് വെച്ചാൽ വ്യാഴം മറിഞ്ഞിരിക്കുക എന്നാണ്. ദൈവത്തിൻ്റെ സ്വാധീനം നമ്മുടെ പുറയുക. നമ്മൾ പൊതുവെ മാനസികമായിട്ട് ശകലം ആത്മവിശ്വാസക്കുറവുള്ളവരൊക്കെ ആയിട്ട് ഭവിക്കുക. ഈ ചെറിയൊരു പകപ്പോ അല്ലെങ്കിൽ ഒഴുകിക്കൊണ്ടിരുന്ന ഒരു സരണി പോലെ ഒഴുകിക്കൊണ്ടിരുന്ന ആയിട്ടുള്ള സാമ്പത്തിക ജീവിതത്തിനൊക്കെ ചെറിയ തടസ്സം നേരിടുക, അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ ഒക്കെ വ്യാഴം 12ലേക്ക് ആവുമ്പോഴുണ്ട്. വ്യാഴത്തിനോടൊപ്പം സൂര്യനും നിൽക്കുന്നു. വ്യാഴത്തിനോടൊപ്പം സൂര്യനും കൊടുക്കുകയായിരിക്കും ദൂഷ്യത്തിന് ഇച്ചിരി കൂടുതലുണ്ട്. ഇതിപ്പോൾ ചിങ്ങ രാശിക്കാർക്കൊക്കെ വലിയ കുഴപ്പമെന്നാണോ ജ്യോത്സ്യരെ പറയണമെന്നാണെങ്കിൽ അങ്ങനെയല്ല കേട്ടോ, പറഞ്ഞു പഠിപ്പിക്കുന്നതല്ല. 12ൽ രവി, 12ൽ വ്യാഴം, അതുകൂടാണ്ട് 7ൽ സർപ്പം, ഇതാണ് പ്രധാനപ്പെട്ട രീതിയിലുള്ള ഗ്രഹനില. ആ സമയത്തെ ഗ്രഹനില അത് 10ാം ഭാവത്ത് കുജൻ നിൽക്കും. അതിനുണ്ട് ഗുണമുണ്ട്, ദോഷമുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വന്ന് കഴിയുമ്പോൾ ചിങ്ങൻ രാശിക്കാർക്ക് ശകലം വിഷയമുള്ള സമയമാണ്. ചെലവ് നിയന്ത്രിക്കണം.
നമ്മൾ എത്രയൊക്കെ നോക്കിയാലും എത്രയൊക്കെ പിശുക്കി കഴിഞ്ഞാലും കയ്യിലിരിക്കുന്ന പൈസ കണ്ടാവാനും പോകുന്ന സമയമായിരിക്കും കർക്കിടകം. അതേമാതിരി 7 രാഹുവൊക്കെ നിൽക്കുന്നതിൻ്റെ പേരിൽ ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, കുടല് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ആശുപത്രി വാസം, ഇങ്ങനത്തുള്ള കാര്യങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. കുടുംബത്തിന് സുഖം കുറയും. ഭാര്യ ഭർത്തൃ ബന്ധത്തിലും ഒക്കെ ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. എന്നുവെച്ചാൽ വലിയ വഴക്കൂടി പോകുന്നല്ല, അങ്ങനത്തുള്ള കാര്യങ്ങളിലൊക്കെ ചെറിയ ഒരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മക്കള് മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം വളരെ സൂക്ഷിക്കണം. എന്നുവെച്ചാൽ വ്യാഴം സന്താനകാരകനാണ്. പിള്ളേരെന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും അവരെ നന്മ കരുതിയാണെങ്കിലും ചാടി കയറി അതിനെ എതിർക്കുകയോ നീ ഇങ്ങനെ ചെയ്താൽ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്നുള്ള പ്രകാരണത്തിലൊന്നും സംസാരിക്കുകയൊന്നും ചെയ്യാതെ ഗ്രഹനാഥനായിട്ടുള്ള ആള് വിവേകം, അതേമാതിരി ഇച്ചിരി ബുദ്ധി, ഇച്ചിരി അടവ് നയം എന്ന് പറയില്ലേ രാഷ്ട്രീയക്കാരൊക്കെ പറഞ്ഞാൽ മതി, അങ്ങനത്തെ കുറച്ച് അടവ് നയമൊക്കെ ശീലിക്കണം. ചാടി കയറി വഴക്കുണ്ടാക്കരുത്, ഇടുത്തിയാട്ടം മൂലം ഒന്നും പ്രവർത്തിക്കരുത്. അപ്പം അതുപോലുള്ള കാര്യങ്ങളുണ്ട്. പൊതുവെ മനസ്സിനൊരു കലഹ മൂടായിരിക്കും ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക്, ഒരു തമ്മിൽ തല്ലാനുള്ള വാസന, എന്നുവെച്ചാൽ ടെൻഷനായിരിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. അപ്പം അങ്ങനത്തുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ശാന്തി സമാധാനം കൈവരിക്കണം, ശാന്തി സമാധാനം കൈവരുത്തണം. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു പരിഹാരം പരമായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനമായിട്ട് വ്യാഴപ്രീതി ഉണ്ടാക്കണം. വിഷ്ണു സഹസ്രനാമമൊക്കെ കേൾക്കണം, വളരെ നല്ലതാണ്. സപ്താഹമൊക്കെ പണ്ട് പല സ്ഥലങ്ങളിലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ സപ്താഹങ്ങളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ ക്ഷേത്രങ്ങളിലൊക്കെ പോയി തൊഴുകണം, നല്ലതാണ്. രാമായണം, ഭാഗവതം, ഭഗവത്ഗീത അങ്ങനത്തുള്ള ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുന്നത് നല്ലതാണ്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, തുളസിമാല, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി അല്ലെങ്കിൽ ഭാഗ്യസൂക്ത മന്ത്രാർച്ചന, പാൽപ്പായസ നേദ്യം ചിലവ് കുറഞ്ഞൊരു വഴിപാടാണ്. വിളക്ക്, മാല, പായസമൊക്കെ ഒന്നും മതി. വീട്ടിലുള്ളവരെല്ലാവരുടെയും പേരും നാടും പറഞ്ഞ് പുഷ്പാഞ്ജലിയിൽ പങ്കെടുക്കാം. അപ്പോൾ കുടുംബത്തോടെയുള്ള എല്ലാവരുടെയും വഴിപാടായിട്ട് മാറും. പെട്ടെന്ന് നിങ്ങൾക്കൊരു ഐശ്വര്യം വരും. അതിനോടൊപ്പം തന്നെ ഒരു ഗണപതി ഹോമങ്ങൾ കൂടി നടത്താവുന്നതാണ്. ഈ തടസ്സമൊക്കെ മാറി പെട്ടെന്ന് കർക്കിടക മാസത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകും. അതുപോലെ ഉള്ളൊരു കാര്യം സൂര്യപ്രീതി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. സൂര്യപ്രീതി 12ാം ഭാഗത്ത് സൂര്യൻ നിൽക്കുമ്പോൾ ഉണർവില്ല, ഉന്മേഷമില്ല, മുമ്പോട്ടുള്ള ഒരു ഗതിയില്ല, രക്തയോട്ടമില്ല. അവിടെ ഇത് പറഞ്ഞ് എന്താ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഉന്തി മരം കയറ്റിയാൽ പോലും കയറില്ലാത്ത മനുഷ്യൻ അലസമായിട്ട് നിൽക്കുന്ന സമയമാണ് 12ലെ ആയിരത്തിലുള്ള സമയം. ചെലവിൻ്റെയും ഇതിൻ്റെയൊക്കെ കാര്യം ഉണ്ടല്ലോ, അത് വളരെ സൂക്ഷിക്കണം നേരത്തെ പറഞ്ഞു. അപ്പോൾ ആദിത്യപ്രീതിക്ക് ഇവിടെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സൂര്യൻ്റെ അമ്പലങ്ങളൊന്നുമില്ല, സൂര്യക്ഷേത്രങ്ങളില്ല. സൂര്യൻ ശിവൻ തന്നെയാണെന്നാണ് ജ്യോതിഷം പറയുന്നത്, പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസം. അപ്പം ഞായറാഴ്ച എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഞായർ എന്ന് വെച്ചാൽ സൂര്യൻ എന്നുള്ളതിൻ്റെ പര്യായം തന്നെയാണ്. സൂര്യൻ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ദിവസമാണ്. അപ്പം ഞായറാഴ്ച ദിവസം പരമശിവനെ തൊഴുക. വിളക്ക്, കൂവളമാല, അതേമാതിരി അഹോരമന്ത്രാർച്ചന, അതുപോലുള്ള കാര്യങ്ങളെല്ലാം, സൂര്യധാര, ഇതൊക്കെ ജലധാര പ്രത്യേകിച്ച് സൂര്യപ്രീതിക്ക് വളരെ നല്ലതാണ്. അതേമാതിരി ആദിത്യ ഹൃദയ മന്ത്രം എന്നൊരു മന്ത്രമുണ്ട്. ആദിത്യ ഹൃദയ മന്ത്രം യുദ്ധകാലത്ത് ശ്രീരാമനെ ഗുരു ഉപദേശിച്ചു കൊടുത്താണ്. അദ്ദേഹത്തിന് ചെറിയ തളർച്ച, ക്ഷീണം, പരാജയഭീതിയൊക്കെ വന്നു യുദ്ധത്തിൻ്റെ ഒരു സമയത്ത് വന്നിഞ്ഞപ്പോൾ. അപ്പോൾ ഗുരു, അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ ഉപദേശിച്ചു കൊടുത്തതാണ്. സന്താപനാശനകരായ നമോ നമ, അന്ധകാരാന്തകരായ നമോ നമ എന്നും പറഞ്ഞുകൊണ്ട് ഒരു 7-8 വരി ശ്ലോകം. അപ്പം ഈ ശ്ലോകം കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം രാവിലെ നേരത്തെ എണീക്കണം. അല്പം കഷ്ടകാലവും കാര്യങ്ങളൊക്കെ ഉള്ള സമയങ്ങളിൽ രാവിലെ നേരത്തെ എണീക്കണം. കുറച്ച് വ്യായാമമൊക്കെ ചെയ്യണം. അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ്. അപ്പം അങ്ങനെ ഉദിച്ചു വന്ന സൂര്യനെ നോക്കി ആദ്യത്തെ ഹൃദയമന്ത്രം ജപിക്കുകയാണെങ്കിൽ ഇത് വളരെ നന്നായിരിക്കും. അതേമാതിരി അഷ്ടമത്തിൽ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ശനിയാഴ്ച ശിവനെ തൊഴുകണതും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുകയും ചെയ്യുന്നത് ശരീര ദോഷങ്ങൾ മാറാൻ നല്ലതാണ്. അതേമാതിരി ദേവിയെ പ്രാർത്ഥിക്കുന്നതും, ദേവീ ക്ഷേത്രങ്ങളിലെ ചൊവ്വാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പോയി വിളക്ക്, മാല, പുഷ്പാഞ്ജലി, നേദ്യം ഇത്യാദി കാര്യങ്ങളൊക്കെ നടത്തുന്നത് വളരെ നല്ലതായിട്ടുള്ള കാര്യമാണ്. നവഗ്രഹ പൂജ ചെയ്യിപ്പിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ചിങ്ങൻ രാശിക്കാർക്ക് 12ൽ വ്യാഴം നിൽക്കുന്നതിൻ്റെ പേരിലും അഷ്ടമശനി കാലമായതിൻ്റെയൊക്കെ പേരിൽ
നിങ്ങൾക്ക് നല്ല ദശാകാലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നല്ല ദശാകാലങ്ങൾ, ദശാനാഥന് നല്ല ബലം ഒക്കെ ഉള്ള സമയമാണെങ്കിൽ ഇതൊന്നും കാര്യമായിട്ട് ബാധിക്കില്ല. അപ്പോൾ ഏതായാലും സമയവും സ്വസ്ഥതയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജാതക പരിശോധന നടത്തി പരിഹാരം ചെയ്യണമൊക്കെ വളരെ നല്ലതാണ്. നിങ്ങളുടെ നാട്ടിലെ വല്ല ജ്യോത്സ്യന്മാരോ ആചാര്യന്മാരോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ അടുത്ത് കൊണ്ടുപോയി ജാതകം പരിശോധിച്ച് നിലവിലുള്ള ദശാകാര്യങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കണം, നല്ലതാണ്. അല്ലെങ്കിൽ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എന്നോട് തന്നെ പലരും എൻ്റെ ഫോൺ നമ്പറൊക്കെ സംഘടിപ്പിച്ച് വിളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വിളിക്കുന്നവരോട് എല്ലാവരോടും പറഞ്ഞതെന്ന് വെച്ചാൽ നീ വാട്സാപ്പിൽ വരിക, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം, നിങ്ങളുടെ ജില്ല, അറിയേണ്ടതായിട്ടുള്ള പ്രധാന കാര്യങ്ങളെല്ലാം ചുരുക്കത്തിൽ വാട്സാപ്പിൽ സന്ദേശമായിട്ട് അയച്ചു കഴിഞ്ഞിട്ട് അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എല്ലാ ചിങ്ങക്കൂറുകാർക്കും ഈ സമയം, ഈ കർക്കിടക മാസം വളരെ നന്നാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.